നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ആഴ്സണലിൻ്റെ പ്രീമിയർ ലീഗിലെ ആദ്യ മത്സരം കണ്ടിട്ട് പറയാതിരിക്കാൻ പോയ എന്തൊരു കളിയാണ് അവന്മാർ കളിച്ചിരിക്കുന്നത്. സീസണിലെ ആദ്യ കളിയാ നോക്കണം. കമ്മ്യൂണിറ്റി ഷീൽഡ് പോട്ടെ, പ്രീമിയർ ലീഗിലെ ആദ്യ കളി കവൻട്രിക്കെതിരെ ഏകപക്ഷീയമായ 3 ഗോളിന് ജയിച്ച് കയറുമ്പോൾ പൊളിച്ചടുക്കിയ ചില താരങ്ങളുണ്ട്. ആ പേര് പറഞ്ഞേ പറ്റൂ. സോളിസിനൊപ്പം തന്നെ ഒഡേഗാർഡ് പൊളിച്ചടുക്കിയിട്ടുണ്ട്. ഹവേർട്സിന് സ്റ്റാർട്ടിൽ ലഭിച്ചപ്പോൾ അദ്ദേഹം ഗോൾ അടിക്കുന്ന കാഴ്ച. എക്സൈറ്റിംഗ് ഫുട്ബോൾ, ഒരു സംശയവും വേണ്ട, ഈ സീസണിൽ വരുന്നുണ്ട് എന്നുള്ളത് സുവ്യക്തമാണ്. എന്തൊരു കളിയാണ് അവർ കളിച്ചതെന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ചില പേരുകളുണ്ട്. അത് ഞാൻ എടുത്തു പറയുകയാണ്. ഒന്ന്, തീർച്ചയായിട്ടും സോളിസിൻ്റെ ഒരു പ്രകടനം. ക്രിസ്റ്റോസ് സോളിസ്, ഒരു സംശയവും വേണ്ട, ഈ സമ്മറിൽ ആഴ്സണൽ നടത്തിയ ഏറ്റവും മികച്ച സൈനിങ് എന്ന് തന്നെ വിശേഷിപ്പിക്കണം. അദ്ദേഹം അതിമനോഹരമായിട്ട്, ഇൻക്രെഡിബിളി ഡേഞ്ചറസ് ആയിട്ടാണ് ആ ഒരു പാർശ്വത്തിലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എബിലിറ്റി ആ രൂപത്തിലുള്ളതാണ്. വളരെ കമ്പോസ്ഡ് ആയിട്ട് അദ്ദേഹം റൈറ്റ് ഡിസിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു ഫൈനൽ തേർഡിലേക്ക് കാര്യങ്ങൾ ബോൾ കൊടുക്കാനും മറ്റുമൊക്കെ ആയിട്ട്. സോ ക്രിസ്റ്റോസ് സോളിസ് ഈ ഒരു സീസണിൽ ആ ഒരു വിങ്ങിൽ, ഇടതു പാർശ്വത്തിൽ അദ്ദേഹം ആഴ്സണലിന് വലിയ രൂപത്തിൽ മുതൽക്കൂട്ട് തന്നെയാണ്. ഇനി നോക്കുക, കായ് ഹവേർട്സ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ക്യുക്ക് റിവ്യൂലൊക്കെ പറഞ്ഞു, പരിക്കില്ലെങ്കിൽ ഈ സീസൺ പൊളിച്ചെടുക്കും. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഗ്യോക്കറസ് അല്ല, ഹവേർട്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ആ ഫസ്റ്റ് ടച്ച് ഫിനിഷൊക്കെ കണ്ടല്ലോ, ആ ഒരു ഗോള് അതിമനോഹരമായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ വർക്ക് റേറ്റ് തീർച്ചയായിട്ടും വളരെ ഇൻക്രെഡിബിൾ ആയിരുന്നു. കവൻട്രി ബാക്ക് ലൈൻ അദ്ദേഹം പ്രസ് ചെയ്യുന്നു, ബോൾ ഹോൾഡ് ചെയ്യുന്നു, നല്ല രൂപത്തിൽ ഹോൾഡ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നു. ഈവൻ ഡ്രോപ്പ് ചെയ്ത് ബോൾ റിസീവ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നു. മൊത്തത്തിൽ അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഗംഭീരമായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഒഡേഗാർഡിൻ്റെ കാര്യം എടുത്ത് പറയണം. ഒഡേഗാർഡ് കളിക്കുന്ന കളി, ഒരു പക്ഷേ ഈ ഒരു പ്രീ സീസണിലും അദ്ദേഹം നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഈ മത്സരത്തിലും അതുപോലെ തന്നെ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ആ ഒരു ഫിനിഷിങ് ഒരു ഫോർച്ചുനേറ്റ് ആണെന്ന് പറയാം. ആ ഗോള് അത് ഗോൾ കീപ്പർക്ക് തടയാൻ പറ്റുന്ന ഒന്നായിരുന്നു. അത് അല്ലാതെ ബാക്കിയെല്ലാം അദ്ദേഹം മികച്ച രൂപത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സോ ഒഡേഗാർഡ് തീയായിട്ട് കളിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ പ്രൈമിലേക്ക് വീണ്ടും എത്തുന്നൊരു കാഴ്ച കാണുമ്പോൾ ആഴ്സണൽ ആരാധകർക്ക് ഒരുപാട് പ്രതീക്ഷ. പിന്നെ ബുക്കായ സാക്കയുടെ കാര്യം, സാക്ക പതിവ് പോലെ തന്നെ ആ ഗോൾ എന്ന് പറഞ്ഞാൽ അത് ടാപ്പിനാണ്, കൃത്യമായ സ്ഥലത്തുണ്ടായതാണ്. പക്ഷേ അദ്ദേഹം എത്രത്തോളം മനോഹരമായിട്ടാണ് കളിച്ചത്. കാരണം പരിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് കുറച്ച് മാത്രമാണല്ലോ അദ്ദേഹം ഇങ്ങനെ കഴിഞ്ഞ സീസണിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു സംശയവും വേണ്ട, അദ്ദേഹം ഒരു സ്പെഷ്യൽ വിങ്ങർ തന്നെയാണ്. ഈ സീസണിൽ അദ്ദേഹം ഫിറ്റായിട്ട് നിന്നാൽ തീർച്ചയായിട്ടും ടീമിന് ഒരുപാട് ഗുണം ചെയ്യാനുള്ള ആളാണ്. പിന്നെ മൈൽസ് ലൂയിസ് കെല്ലി, എത്രത്തോളം കംഫർട്ടബിൾ ആണ് അദ്ദേഹം മധ്യനിരയിൽ നോക്കണം. മികച്ച മിഡ്ഫീൽഡർ ആണെന്നുള്ളത് ഒരിക്കൽ കൂടി അദ്ദേഹം തെളിയിക്കുന്ന കാഴ്ച. നല്ല രൂപത്തിൽ തന്നെ ടൈറ്റ് സ്പേസസിൽ അദ്ദേഹം സോ ഗുഡ് ആയിട്ടുള്ള പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൈനൽ തേർഡിൽ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ്, സബ്ലൈം കോൺഫിഡൻസ് ആണ് എന്നുള്ളത് പറഞ്ഞേ പറ്റൂ. സോ ഇനിയും പറയാനാണ്. ഇപ്പോൾ ഡെക്ലൻ റൈസ് നന്നായി കളിച്ചിട്ടുണ്ട്, റിക്കാർഡോ കലോഫിയോറി നല്ല രൂപത്തിൽ കളിച്ചിട്ടുണ്ട്. അങ്ങനെ എടുത്തു പറയാൻ ഒരുപാട് പേരുണ്ട്. ബെൻ വൈറ്റിൻ്റെ കാര്യം, നല്ല രൂപത്തിൽ അദ്ദേഹം ഈ ഒരു കളിയിൽ ഓവർലാപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. നല്ല രൂപത്തിൽ അദ്ദേഹം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് ആ ഒരു അസിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേരിൽ കുറിക്കപ്പെട്ടത്. ഒഡേഗാർഡിനെ കൃത്യമായിട്ട് അദ്ദേഹം കണ്ടെത്തി, അങ്ങനെയാണല്ലോ ആ ഒരു ഗോൾ വരുന്നത്. ഏതായാലും സൂപ്പർ പെർഫോമൻസ് ആണ് ഫുൾ ബാക്കിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സീസണിൽ ഒരു ഫ്രീ ഫ്ലോയിങ് ഫുട്ബോൾ ആഴ്സണൽ കളിക്കും. അതിൻ്റെ നാന്തിയാണ് ഇവിടെ കുറിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.